കോഴിക്കോട് പെരുമണ്ണ റൂട്ടിൽ സർവീസ് നടത്തുന്ന റോഡ് കിങ് എന്ന പേരുള്ള ഈ സിറ്റി ബസ്സിൻ്റെ ഡ്രൈവറെയാണ് പന്തീരങ്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പെരുമണ്ണ ബസ് സ്റ്റാൻഡിൽ ബസ് പാർക്ക് ചെയ്ത ശേഷം ഡ്രൈവറുടെ സീറ്റിലിരുന്ന് കഞ്ചാവ് വലിക്കുകയായിരുന്ന പൊക്കുന്ന് സ്വദേശി ഫൈജാസാണ് പോലീസിൻ്റെ പിടിയിലായത്. പുലർച്ചെ 5 മണിക്ക് ബസ് എടുക്കുന്നതിന് മുൻപ് കഞ്ചാവ് വലിച്ച ഫൈജാസ് ഉച്ചയ്ക്ക് ബസ് സ്റ്റാൻഡിലെത്തിയ ശേഷം വീണ്ടും കഞ്ചാവ് വലിക്കുന്നതിനിടയിലാണ് പോലീസിൻ്റെ പിടിയിലാവുന്നത്. നമ്മുടെ വിശദമായി ചോദ്യം ചെയ്തു. അപ്പോൾ പറഞ്ഞ വിവരം എന്ന് പറയുന്നത് ഇദ്ദേഹം ജോലി ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഇത് ഉപയോഗിക്കും, പിന്നെ ഇടവേളകളിൽ ഉപയോഗിക്കുന്ന പ്രവണതയുണ്ട് എന്നാണ് കുറേ നാളുകളായി തുടങ്ങിയതാണ്. ഓൾറെഡി രാവിലെ അവർ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ട്രിപ്പ് പോയി, അടുത്ത ഉച്ചക്കത്തെ ട്രിപ്പ് എടുക്കുന്നതിന് മുമ്പെയാണ് ഈ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ കിട്ടിയത് ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണെന്ന് ഇയാൾക്ക് കൊടുത്ത ആളെക്കുറിച്ച് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വഴി ഇനി അതിൻ്റെ കണ്ണികളെല്ലാം നമ്മുടെ ഈ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. അവരുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ബസ് വ്യവസായത്തിന് ദോഷകരമായി ബാധിക്കും. ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് ഇങ്ങനെ ജോലിയിൽ പ്രവേശിക്കാൻ പാടില്ല. ബസ് ഉടമകൾ അടക്കം തന്നെ നമ്മളൊരു റിക്വസ്റ്റും കൂടിയാണ്. അത് ആ തരത്തിലുള്ള ഒരു നീക്കം കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് നമ്മളും നിങ്ങളും എല്ലാ നാട്ടുകാരും പൊതുജനങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് യാത്ര ചെയ്യുന്ന ഈ യാത്രാ വാഹനങ്ങളിൽ നമ്മൾ ഡ്രൈവറെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇത്തരം ഈ കൺവെൻസിൽ ഉപയോഗിക്കുന്നത്. അസുഖം വന്നു കഴിഞ്ഞ് മരിക്കുന്നവനേക്കാൾ കൂടുതൽ റോഡിലാണ് ജീവൻ പൊലിയുന്നത്. ഫൈജാസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിന് പന്തീരങ്കാവ് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നഗരത്തിൽ അരിയടത്ത് പാലത്ത് വെച്ച് ഒരു സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.